ഹലോ ഗൈസ്, സ്നേഹക്കുട്ടൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഋതുവിന്റെ വീട്ടുകാരും നമ്മുടെ ഇന്ദ്രജിത്തിന്റെ വീട്ടുകാരും കൂടി ഒരു ധാരണയിൽ എത്തുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പ്രശ്നങ്ങളൊക്കെ ആദ്യം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് നമ്മുടെ സേതുവും പല്ലവിയും കൂടെ തന്നെ ഇവരുടെ വിവാഹത്തിന്റെ ഒപ്പം നമ്മുടെ ഋതുവിന്റെ വിവാഹവും കൂടി നടത്താൻ തീരുമാനിക്കുകയാണ് ഒടുവില്. പിന്നെ നമ്മുടെ പൂർണിമാമ നമ്മുടെ ഇന്ദ്രയത്തിന്റെ വീട്ടിൽ പോയി ഇന്ദ്രയത്തിന്റെ അമ്മയോട് സംസാരിച്ച് പെണ്ണൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്ദ്രയത്തിന്റെ അമ്മ അവിടെ നാട്ടി ഇറക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ പൂർണിമാമ ഭയങ്കര സങ്കടപ്പെട്ടാണ് അവിടെ നിന്നും പടിയിറങ്ങുന്നതൊക്കെ. പിന്നീട് നമ്മുടെ ഋതുവിനെ പെണ്ണ് കാണാൻ നമ്മുടെ ഇന്ദ്രിയത്തൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറെ രംഗങ്ങളുണ്ട്. പിന്നെ നമ്മുടെ പല്ലവിയുടെയും സേതുവിന്റെയും കല്യാണ മുഹൂർത്തം അതുമുണ്ട്. അപ്പൊ ഈ രണ്ടിന്റെയും ഇടയിൽ നമ്മുടെ ഋതുവിന്റെയും ഇന്ദ്രിയത്തിന്റെയും വിവാഹകാര്യം ഇങ്ങനെ പറയുന്നതിനിടയിൽ നമ്മുടെ ഇന്ദ്രിയത്തിന്റെ അമ്മ എന്തോ ഒരു കണ്ടീഷൻ അവിടെ വെക്കുന്നുണ്ട്. ഇന്ദ്രിയത്തിന്റെ അമ്മ എന്തോ ഒന്ന് പറയുമ്പോൾ നമ്മുടെ പൂർണിമാമയും സേതുവും കൂടെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്താണ് അതിന്, കല്യാണം നടക്കുമോ ഇല്ലയോ, എന്താണ് സംഭവം എന്നൊരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ഇന്ദ്രിയത്തിന്റെ വെറും ചതിയാണിതെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് അറിയാം അല്ലെ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഋതു പ്രഗ്നന്റും കൂടിയാണ്. അപ്പൊ ഋതുവിന് എന്തെങ്കിലും ചതി പറ്റിയാൽ ഋതു ഇനി ആത്മഹത്യ ചെയ്യുമോ? എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകാൻ പോകുന്നത്? ഒരു പിടുത്തവും ഇല്ല അല്ലെ. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.